ഞാൻ വിനോദ്, ഇതിന് ഒരു ടെക്നിക്കൽ എങ്ങനെ വിശ്വാസത്തിലെടുക്കും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം, ഈ തീരുമാനങ്ങൾ കേട്ടതിന് ശേഷവും? കാരണം ഇത് ഒരു രാഷ്ട്രീയ അഭയം തേടി മമത വരുന്നു, തമിഴ്നാട്ടിൽ തോറ്റ DMK പങ്കെടുക്കുന്നില്ല, പിന്നെ കുറെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയാണ്. ദേശീയ തലത്തിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോലും ഇപ്പോൾ അനുകൂല സാഹചര്യമാണല്ലോ പ്രതിപക്ഷത്തിന് ഉള്ളത്. നീറ്റ് വിഷയം, അതുപോലെ തന്നെ CBSE വിഷയം, ഇതിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാം. പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിന്റെ അന്തരീക്ഷമുണ്ട്. പക്ഷെ ഒന്നും നടത്താതെ ഇപ്പോൾ പെട്ടെന്നൊരു യോഗം വിളിച്ചു കൂട്ടുകയാണ്. എന്ത് തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്? അതെ അതെ, ഞാനും അതിനോട് ഒരു പരിധിവരെ യോജിക്കുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ശ്രീ പണിക്കരോട് സംസാരിച്ചു, ഇന്ത്യ സഖ്യത്തെ പറ്റി പറഞ്ഞു. ഈ സഖ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു മനോഹാരിത കൂടിയാണ്. കാരണം ഫെഡറലിസം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടേതാണ്. അപ്പം ആ വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരുമിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഫെഡറലിസത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് സഖ്യ കക്ഷി സംവിധാനത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് NDA എന്ന് പറയുന്നതും സഖ്യകക്ഷികളുടെ ഭാഗമാണ്. അവർ പരസ്പരം മത്സരിച്ചിട്ടുണ്ടല്ലോ. BJPയുടെ സഖ്യകക്ഷിയായിരുന്നവർ NDA സഖ്യത്തിലുണ്ടായി, ശിവസേന മത്സരിച്ചിട്ടുണ്ട്, JDU മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനും അത് ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ചർച്ചകളൊക്കെ പൊതുസമൂഹം കാണുമ്പോൾ വല്ലാണ്ട് വന്നിരുന്ന് വെറുതെ ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളതിന് താല്പര്യമുള്ള ഒരാളും കൂടിയല്ല ഞാൻ. BJPയെ എതിർക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അതിന് പകരം ബദൽ എന്താണ്? ഈ ബദൽ എന്ന് പറയുമ്പോൾ ഒരാളെ വ്യക്തിപരമായ എതിർപ്പിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളെ വിശ്വസനീയമായ ഒരു കഥ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിന് ബദൽ ഞങ്ങളുടെ മുമ്പിൽ ഇത്തരം ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ പറയുന്ന പ്രതിപക്ഷ സംവിധാനം വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ സഖ്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഈ ഇന്ത്യ അലയൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട ഒരു പ്രധാന വിഷയം. ഇപ്പൊ നോക്കൂ, അതിന്ന് അവരെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്, CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം പ്രതിഷേധം സംഘടിപ്പിക്കാൻ എത്ര ദിവസങ്ങൾക്ക് ശേഷം തീരുമാനിക്കുന്നു? 18ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഭരണപരമായ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഗവൺമെന്റ് കാണിക്കുന്നില്ല. ക്രിമിനൽ ഒഫൻസുകൾക്ക് കേസെടുത്തിട്ടുണ്ട്, അതായത് FIR ഇട്ടിട്ടുണ്ട്, CBIക്ക് അന്വേഷണം വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഈ ഏജൻസി എന്ന് പറയുന്ന സ്വതന്ത്ര ഏജൻസി ആണെങ്കിലും അതൊരു ഭരണപരമായിട്ടുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അവിടെ ആ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇപ്പം കോക്രോച്ചിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പിള്ളേരൊക്കെ അതിൽ മൂവ്മെന്റിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് കൂട്ടായിട്ട്, ഞാനിപ്പോ മറ്റു പാർട്ടികളെ, എല്ലാ പാർട്ടികളെയും ഒരുമിച്ചാണ് ഈ സംസാരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെയും അതിൽ നിന്ന് മാറ്റി നിർത്തരുത് താങ്കൾ. ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാന സഖ്യ പാർട്ടി ആയിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. അതെ അതെ, അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാലോ, പരസ്പരം കലഹിക്കുന്നവർ ഒരുമിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പരസ്പരം കലഹിക്കുന്ന സ്റ്റേറ്റിൽ അവരെ നാഷണൽ ലെവലിൽ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് NDA എന്ന് പറയുന്നത് അലയൻസ് ആയിരുന്നല്ലോ. അവരും പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ കോമൺ മിനിമം ഫീലിംഗ്സിന്റെ പുറത്ത് വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെ എന്താ പ്രശ്നം? അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പൊ ദേശീയ തലത്തിൽ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ദേശീയ തലത്തിൽ ഇപ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ മുൻപിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ സംഘടനാപരമായ ദൗർബല്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് പ്രാദേശിക സംസ്ഥാനങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത്. അല്ല, മറ്റു പാർട്ടികളും അതേ സമീപനം സ്വീകരിക്കണം. ഇപ്പോൾ മമതാ ബാനർജിക്ക് എന്താണ് ഇപ്പോൾ സംഘടനാ സംവിധാനമുള്ളത്? DMKയുടെ പ്രസക്തി തമിഴ്നാട്ടിൽ ഇപ്പോൾ എന്താണുള്ളത്? ഇതൊക്കെ ചിന്തിക്കേണ്ടതാണല്ലോ. എപ്പോഴും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരാറുള്ളതും. അതിൽ ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. ബംഗാളിൽ കോൺഗ്രസിന്റെ കുഴപ്പമായിരുന്നോ? ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞങ്ങൾ ആം ആദ്മി പാർട്ടി അതിൽ ഇല്ലാതുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പഞ്ചാബിലും ഡൽഹിയിലും കോൺഗ്രസിനെ ഞങ്ങൾ എതിരിട്ടു. ഡൽഹിയിൽ എനിക്കിപ്പോഴും വളരെ സങ്കടകരമായ ഒരു വസ്തുത ഞാൻ കാണുന്നത്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ ഇലക്ഷനിൽ തോൽക്കുന്ന സമയത്ത് BJPയുടെ ഓഫീസിലെ ആഹ്ലാദം നമുക്ക് അനുമാനിക്കാം. അല്ല, അതിനെപ്പറ്റി നമുക്ക് മുൻകൂട്ടി കാണേണ്ട കാര്യം. അവർ ജയിച്ചു, ആഹ്ലാദപ്രകടനം നടത്തി. പക്ഷെ അവിടെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ ലഡു വിതരണം നടത്തി. എന്തിനായിരുന്നു ആ ലഡു വിതരണം? അവിടെ ഞങ്ങൾ അവിടെ തോറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തോൽക്കിന്റെ ഭാഗമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവർ, ജയിക്കുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ഞങ്ങൾ തോറ്റതിന്റെ പുറത്ത് കോൺഗ്രസ്സുകാരോട് ആഹ്ലാദ പ്രകടനം നടത്തി എന്നുള്ളത് ഞങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി വന്നതിന്റെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ചുരുക്കാണോ? പ്രാദേശിക തലത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലല്ലോ, ഈ പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ രൂപീകരിച്ചത്. അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ മാത്യു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ CJP എന്നുള്ള കാര്യം
കോൺഗ്രസും അതുപോലെ കോൺഗ്രസ് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ ധാരണയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗസ്ഥലത്ത് ഇതേ വിഷയത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇത്തരം വിഷയങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായി ഫൈറ്റ് ചെയ്യട്ടെ, അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ കോമൺ മിനിമം, നമുക്കറിയാം UP-യുടെ കാലത്തുണ്ടായിരുന്നു ഒരു കോമൺ മിനിമം പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ കോമൺ മിനിമം പരിപാടിക്ക് ഒരു കൺവീനർ ഉണ്ടായിരുന്നു, ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു, അല്ലെ? ഇപ്പോഴാണ് പറയുന്നത്, കഴിഞ്ഞ സഖ്യത്തിന് ശേഷം മീറ്റിംഗ് കൂടിയിട്ടാണ് പറയുന്നത് എല്ലാ ദിവസവും പാർലമെന്റിൽ പോകുന്നതിന് രാഹുൽ ഗാന്ധി കാണണം, പ്രസംഗിക്കണം, അതിനെപ്പറ്റി പരിപാടി നടത്തണമെന്ന് ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് സഖ്യം, ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോമൺ മിനിമം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അവരങ്ങനെ തന്നെ അതിനെ കാണുന്നേ. കേന്ദ്രത്തിൽ BJP-യെ മാറ്റി നിർത്താൻ ഒരു ഒറ്റ കക്ഷി കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നും ആ സാഹചര്യത്തിൽ ഒരു കോമൺ മിനിമം പരിപാടിയിൽ വരുന്ന സഖ്യകക്ഷികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ളവർ തന്നെയാണ് രാജ്യത്തുള്ളത്. അപ്പൊ ആ രാജ്യത്തുള്ള, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ വളരെ രസകരമായിട്ട് പറയാം, ഇപ്പൊ തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ചത്? തമിഴ്നാട്ടിൽ കോൺഗ്രസ് അവിടെ ഒരു DMK-യുമായിട്ട് വളരെയധികം ബന്ധം സ്ഥാപിക്കുന്നു. DMK-യുടെ സ്റ്റാലിനുമായി വലിയ സൗഹൃദ ബന്ധമാണ് എന്ന്, സ്റ്റാലിനടക്കം രാഹുൽ ഗാന്ധിയുമായി വലിയ ബന്ധമാണെന്ന് പറയുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവിടെ തോറ്റു കഴിഞ്ഞപ്പോൾ ഉടനെ എങ്ങോട്ട് മാറുന്നു? വിജയിലേക്ക് മാറുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ പ്രാദേശിക കക്ഷികളുടെ വിശ്വാസ്യത ആർജിക്കുന്നതിന് പ്രാദേശിക കക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തിനുള്ളത് നിസ്സംശയം ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. അപ്പൊ പ്രാദേശിക സംവിധാനങ്ങൾ, പ്രാദേശിക പാർട്ടികൾ അവരുടെ തലങ്ങളിൽ ശക്തരാണ്. ഇപ്പൊ നമുക്ക് UP-യിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ തൃണമൂൽ അവിടെ തോറ്റു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം, തോൽവി കൊണ്ട് രാഷ്ട്രീയം ഇല്ലാണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തകർന്നതിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ലേ? BJP എന്ന് പറയുന്നത് ഈ ലോകമുള്ള കാലത്തോളം BJP ഭരിക്കാൻ പോകുന്നു, ഇല്ല? ലോകരാഷ്ട്രങ്ങളൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം മാത്രമല്ലല്ലോ ഭരണവിരുദ്ധ അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയെ മാറ്റുക. ജനങ്ങൾക്ക് പൊതുവായൊരു മാറ്റം വേണമെന്ന് തോന്നുക, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റ്സുകൾ കടന്നു വരുമ്പോൾ അതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി ഭരണപക്ഷത്തെ മാറ്റുക. അല്ലെ പ്രതിപക്ഷത്തിൽ പാർട്ടികൾ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കോൺഗ്രസ് കാണിക്കേണ്ട ഒരു മിനിമം കാര്യമുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ, ഇപ്പൊ ഗുജറാത്തിൽ നമുക്കറിയാം, ഗുജറാത്തിൽ നോക്കൂ മഞ്ജുഷ, അടുത്ത നിയമസഭാ ഇലക്ഷൻ 2020 നടക്കാൻ പോവുകയാണ്. ആ നിയമസഭാ ഇലക്ഷനിൽ ഇപ്പൊ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഒന്നും സംസാരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് അറിയാം, ഇപ്പൊ അവിടെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം എങ്ങനെയായിരുന്നു? പഞ്ചാബിൽ ഇപ്പോ നടത്തിയ മുന്നേറ്റം എങ്ങനെയായിരുന്നു? അപ്പൊ ഗുജറാത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കോൺഗ്രസ് അവിടെ ശക്തിയില്ല, കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല. അപ്പൊ കോൺഗ്രസ് അവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കി അവിടെ ആം ആദ്മി പാർട്ടിക്ക് BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തില്ല എങ്കിലും ദ്രോഹിക്കുന്ന നിലപാട് എടുക്കാതിരിക്കുക എന്നുള്ള മാന്യത കോൺഗ്രസ് കാണിച്ചാൽ ഈ കോമൺ മിനിമം പരിപാടിയിൽ മുമ്പോട്ട് പോകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.